ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചെമ്മീനും മുരിങ്ങാക്കായും കൂടെയുള്ള കൂട്ടുകറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എല്ലാ റെസിപ്പീസും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ട്, മുരിങ്ങാക്കായ അരിഞ്ഞ് വെച്ച് കഴുകി വെച്ചതാണ്, 2 ചെറിയ തക്കാളി, പിന്നെ ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് പുളി വെള്ളത്തിലിട്ടത് വെച്ച്, ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളിയും ഒരിത്തിരി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറുന്നതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി വരട്ടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ ചീരുള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് മൂടി വെക്കണം കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂടിയൊക്കെ തുറന്ന് നല്ല ഇളക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ടെടുത്ത് മുരിങ്ങാക്കായ ഇട്ടെടുത്ത് നല്ല ഒന്ന് ഇളക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കിയാണ്ട് മൂടി വെക്കണം കേട്ടോ. നല്ലൊരു ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്. പിന്നെ നമ്മൾ അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കുന്നുണ്ട്. തേങ്ങ, ചീരുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അപ്പോൾ നമ്മളെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ചെമ്മീനൊന്നും ഒരുപാട് വേവിക്കരുത്, മുരിങ്ങാക്കോല് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നല്ല ഇളക്കി കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കി ഒന്ന് പാകത്തിന് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അടിപൊളി കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കറിയൊക്കെ തിളച്ചതാ തൂമ്പിച്ച് കൊടുക്കണ ചെറിയ ഉള്ളിയിൽ ഉണക്കമുളകും തൂമ്പിച്ച കറി റെഡി ആയിക്കണം. നല്ല അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. ഇത് മതി, ഇത് മാത്രം മതി നമുക്ക് ചോർക്ക്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.